എത്രയും സ്നേഹമുള്ളവരെ, അറിവിൻ്റെ നീതി എന്ന ഈ പരമ്പരയിൽ ഇന്ന് ചായയുടെ എന്താണ് മഹാത്മ്യം, ഇതിൻ്റെ ചായ എന്ന് പറയുന്ന അത്ഭുത മഹാത്മ്യത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ചായ രണ്ടാം എപ്പിസോഡ്. തേയിലയുടെ ആദ്യത്തെ ഔഷധ ഗുണം, അതിൻ്റെ സ്വാദും മനസ്സിലാക്കിയത് ചൈനക്കാരാണ്. ചൈന എന്ന് പറയുന്ന മഹാരാജ്യത്തിൽ അതിൻ്റെ മലമ്പ്രദേശങ്ങളിൽ ഇവർ തേയില വെച്ച് പിടിപ്പിച്ചിരുന്നു. AD 780 മുതൽ ചൈനയിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യാപാരിയുടെ ആവശ്യപ്രകാരം ലുയു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ചായയെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു പുസ്തകം രചിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ്. മൂന്നാം സ്ഥാനത്ത് ശ്രീലങ്കയും കെനിയയും ഇതെല്ലാം വിടും. പക്ഷേ ഏറ്റവും വലിയ രസകരമെന്ന് വിശേഷിപ്പിക്കുന്നത് തേയില ഉൽപ്പാദനത്തിൽ നമ്മൾ ഏകദേശം തേയില ഉൽപ്പാദനത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനത്താണെങ്കിലും കയറ്റുമതിയിൽ നമ്മൾ നാലാം സ്ഥാനത്തേക്കാണ്. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ചായയിൽ 70% ഇന്ത്യക്കാർ തന്നെ കുടിച്ചു തീർക്കുകയാണെന്നുള്ളതാണ് വിശേഷം. 2016 കണക്ക് പ്രകാരം ചൈന 22.8% കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതേപോലെ ശ്രീലങ്ക 10.2 ആണെങ്കിൽ കെനിയ 10.4, ഇന്ത്യ 10.1% ഏകദേശം കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമ്മുടെ ഉൽപ്പാദന രംഗത്ത് നമ്മൾ ഒന്നാം സ്ഥാനം കൈവരിക്കണമെങ്കിൽ നമ്മൾ അത്രയും പറഞ്ഞാൽ കൃഷി അത്രയും വ്യാപകമാക്കണം. കൃഷി ഫലപ്രദമാവുന്ന ലാഭത്തിലേക്ക് ആവുന്ന തരത്തിലുള്ള ഗവേഷണ പദ്ധതികൾ അല്ല വ്യത്യസ്തമായ പാക്കേജുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് ലോക വിപണിയിൽ നമ്മുടെ ഇന്ത്യൻ തേയിലക്ക് ഒന്നാം സ്ഥാനം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഒരു ചൈനീസ് ചക്രവർത്തിക്ക് വേണ്ടി പരിചാരകർ ഏകദേശം പുറത്ത് അവർ നായാട്ടിനായിട്ട് പുറത്ത് പോയപ്പോൾ രാജാവിന് വെള്ളം ചൂടാക്കാനായിട്ട് അവർ കാട്ടിൽ വെള്ളം ചൂടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വെള്ളം ചൂടാക്കുന്നത് തീരുമാനിച്ചാൽ അവരൊരു തേയില എസ്റ്റേറ്റിൻ്റെ തേയില കാടിൻ്റെ താഴെയാണ് അവർ വെള്ളം ചൂടാക്കാൻ വെച്ചത്. അപ്രതീക്ഷിതമായിട്ട് 1-2 ചില പച്ച തേയിലകൾ ആ ചൂടുവെള്ളത്തിൽ വീണു. ആ ചൂടുവെള്ളത്തിൽ വീണപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു സുഗന്ധം, രുചിയുണ്ടായിരുന്നു. അങ്ങനെ ആ രാജാവ് അവിടുത്തെ വെള്ളം ഏകദേശം ആ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു രുചിയും ഒരു സുഗന്ധം ഉണ്ടായിരുന്നു. അതാണ് ലോകത്തിലെ ആദ്യത്തെ ചായ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മറ്റൊരു ഇന്ത്യൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം 7 വർഷമായിട്ട് അദ്ദേഹം ഉറക്കമില്ലാതെ ഇങ്ങനെ വ്രതം പിടിച്ചു വരുന്നു. അപ്പോൾ 7ാം വർഷത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ഉറക്കം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം അവസാനിപ്പിക്കാൻ വേണ്ടി പരിചാരകരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള സ്വാമിമാർ അദ്ദേഹത്തിനൊരു വിശേഷമായിട്ടുള്ളൊരു പാനീയം തയ്യാറാക്കി. അതിലും തേയില ഇലകൾ ഇട്ട് അദ്ദേഹത്തിനൊരു കട്ടൻ ചായ വെച്ച് കൊടുത്തു. അങ്ങനെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഉറക്കം മാറുകയും ചെയ്തു. ഏകദേശം ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് തേയില ചായ ആദ്യമായിട്ട് കുടിക്കുന്ന ഈ സന്യാസിയാണ്. ഇതൊക്കെ കഥകളാണെങ്കിൽ പോലും ചില വസ്തുതകളും ചില സത്യങ്ങളും മാത്രമുണ്ട്. അപ്പോൾ ഇന്ന് ചായയെക്കുറിച്ചുള്ള വിജ്ഞാന പരമ്പരയിൽ 2ാം എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ വിജ്ഞാന പരമ്പരയിലെ ചായയുടെ മഹാത്മ്യം 2 നിങ്ങളെല്ലാവരും കാണണം. വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിജ്ഞാന പരമ്പരയിലെ ഈ 2ാം എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.